അല്ലേ? എല്ലാ വീടിനുള്ളത് ഈ ഒരു ലോക്കാണ്. മോളെ ഇങ്ങോട്ട് തിരിക്കും, മോളെ ഇങ്ങോട്ട് തിരിക്കുന്ന പറയും, മോളെ എങ്ങോട്ടാ തിരിക്കുക എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഈസി ആയിട്ട് ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോക്സ് ഉണ്ട് ഇവിടെ. ദെൻ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ലോക്ക് വെച്ചിട്ടാണ് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുക. ഇതിന് ഡിഫറെൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുക. എല്ലാ തരത്തിലുള്ള ലോക്കും ഇതിലുണ്ട്. ഈ ഒരു ബോൾട്ടൊക്കെ ഇട്ടിട്ട് താഴ്ത്താൻ കഴിയില്ല മക്കൾക്ക്. ഇതൊക്കെ ഈസി ആയിട്ട് പ്രാക്ടീസ് കൊടുക്കുക. ഇതും എങ്ങനെയാണ്? ഓപ്പൺ ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ദെൻ ടൈറ്റ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്. ഇവിടെ 3 എണ്ണം ചെയ്യുന്നുണ്ട് ഞാൻ. കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടാനുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണ്. ഈ ബോൾട്ട് എടുത്തിട്ട് ഞാൻ ഈ അറ്റത്തോട്ട് വയ്ക്കുക. സെൻറ്റർ ബോൾട്ട് ഈ അറ്റത്തോട്ട്, ഇത് സെൻറ്ററിൽ. ഇനി കുട്ടി ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാണ്. നോർമലി എന്ത് ചെയ്യും? ഇതെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കും. അവിടെ നമുക്ക് കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തിയറിയിലുണ്ടാവും കോൺസെൻട്രേഷൻ ലെവൽ അളക്കാനുള്ള ആക്ടിവിറ്റി ഒക്കെ എഴുതാനുണ്ടാവും. ഇനി നമുക്ക് വരുന്നത് കളേഴ്സാണ്. പ്രൈമറി കളേഴ്സ് ഞാൻ പറഞ്ഞു. പ്രൈമറി കളേഴ്സിൽ നമുക്ക് ഇവിടെ കുറച്ച് പെഗ്സ് കാണിക്കുക. ഫസ്റ്റ് റെഡ്, യെല്ലോ, ബ്ലൂ. റെഡ്, യെല്ലോ, ബ്ലൂ തന്നെയാണ് പ്രൈമറി കളേഴ്സ് വരുന്നത്. ഈ പ്രൈമറി കളേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന കളേഴ്സാണ് സെക്കൻഡറി കളേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ തൊട്ട് താഴെ 4ാമത്തേതായിട്ട് വരും എന്താണ്? റെഡും യെല്ലോയും മിക്സ് ചെയ്താൽ ഏതാ വരിക? ഓറഞ്ച്. 4ാമത്തേത് ഓറഞ്ച്. ദെൻ യെല്ലോയും ബ്ലൂവും മിക്സ് ചെയ്താൽ ഗ്രീൻ. 5ാമത്തേത് ഗ്രീൻ. ദെൻ അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ ആഡ് ചെയ്തിട്ട് പോവാണ്. ഗ്രീനും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ട് പർപ്പിൾ വരുന്നുണ്ട്. ആ കളർ മിക്സ് ചെയ്തിട്ടുള്ള. പിന്നെ ബ്രൗണ്, ദെൻ ഗ്രേ, പിങ്ക്, ബ്ലാക്ക്, വൈറ്റ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. 12 കളേഴ്സ്. ഡയഗ്നോസ്റ്റിക് ബാഗിൽ നമുക്ക് ഇതുപോലുള്ള രൂപങ്ങളുണ്ടാവും. അത് ബാഗിലാണ് ഉണ്ടാവുക കേട്ടോ. ഇത് രണ്ടും സെയിം ഷേപ്പാണ്. അല്ല, ഇത് ഡിഫറെൻറ്റ് ഷേപ്പാണ് വരുന്നത്. ഇതിനാണ് നമ്മൾ സോളിഡ്സ് എന്ന് പറയട്ടെ. ഘനരൂപങ്ങൾ എന്ന് പറയില്ലേ? സോളിഡ്. ട്രയാങ്കിൾ, ട്രിപ്പിസോയിഡ്, ദെൻ സർക്കിൾ, പാരലലോഗ്രാം. ഇതിൻ്റെ പെയർ ഉണ്ടാവും. എന്നിട്ട് ബാഗിലോട്ട് ഇട്ടിട്ട് ഇത് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചാൽ ആ കുട്ടി ബാഗ് തപ്പിയിട്ട് അതിൻ്റെ തന്നെ പെയർ എടുത്തിട്ട് അതിൻ്റെ താഴെ വെക്കണം. നെക്സ്റ്റ് അടുത്ത് വെക്കുന്ന രൂപം ഇതാണെങ്കിൽ ഇതിൻ്റെ തന്നെ പെയർ ടച്ച് ചെയ്യുമ്പോൾ അധികവും പാരലലോഗ്രാമിലോട്ടൊക്കെ പോകും. പക്ഷേ കൃത്യമായിട്ട് കുട്ടി 1-2 പ്രാവശ്യം ചെയ്താൽ കൃത്യമായിട്ട് കിട്ടും. സെൻസ് ഓഫ് ടെമ്പറേച്ചറിൽ ഇതിലിപ്പോൾ ഹോട്ട് വാട്ടർ എടുത്ത് വെച്ചു, ഇതിൽ നമ്മൾ വാം വാട്ടർ എടുത്ത് വെച്ചു. ദെൻ ഇതിൽ നമുക്ക് കോൾഡ് അല്ലെങ്കിൽ നോർമൽ വാട്ടർ വെച്ചു. ഈ കുട്ടിയോട് ടച്ച് ചെയ്തിട്ട് ഹോട്ട്, പെട്ടെന്ന് കൈയെടുക്കും ഹോട്ടാണെങ്കിൽ. ദിസ് ഇസ് ഹോട്ട്. ദെൻ വാം, ദെൻ നോർമൽ അല്ലെങ്കിൽ കോൾഡാകുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. സ്റ്റീലാവുമ്പോൾ അതിൻ്റെ പുറത്ത് ആ ഒരു വിയർപ്പ് പോലെ വരുമല്ലോ. എന്നിട്ട് ഇതിനെ ഇതേ സെയിം ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇതേപോലെ വെള്ളം നിറച്ചാൽ അറിയില്ലല്ലോ, ആ ഗ്ലാസ്സോടെ തന്നെ പെയർ ചെയ്യിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഹോട്ട് വെച്ചു. എന്നിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എടുത്തപ്പോൾ ഇത് കോൾഡാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ടച്ച് ചെയ്തു ഹോട്ട്. അതിനെ പെയർ ചെയ്യിക്കുക. ട്രെയിനിങ് സ്മെല്ലിംഗ് ബോട്ടിൽസിൽ നമ്മൾ വെച്ചിട്ട് 3 തവണ സ്മെല്ല് ചെയ്യിക്കണം. ഇവിടെ ആ സ്മെല്ല് ഏതാന്ന് പറയണ്ട. കാരണം കുട്ടി ആദ്യം കുട്ടിക്ക് സ്മെല്ല് പരിചയപ്പെടുത്തി കൊടുക്കുക. ദെൻ പിന്നെന്ത് ചെയ്യണം?
അതിന് സെയിം സ്മെല്ല് നോക്കിയിട്ട് പെയർ ചെയ്യിക്കുക. ബെൽസ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഗ്ലാസ് വെച്ചാൽ, ഇപ്പോൾ ഇത് വേറൊരു ഗ്ലാസ്സും ഇത് വേറൊരു ഗ്ലാസ്സും ആണെങ്കിൽ ഈ ഒരു മാറ്റം കണ്ടോ? ഇതിങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ വെച്ചാലും മാറ്റമുണ്ട്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട്സ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ദെൻ പ്രിപ്പറേഷൻ ഫോർ ഏർലി ജോമെട്രി ആണ്. ഏർലി ജോമെട്രിയിൽ ഫസ്റ്റ് പ്രസൻറ്റേഷൻ ട്രേ, സർക്കിള്, ട്രയാങ്കിൾ, സ്ക്വയർ, ഇതാണ് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുക. അത് നമ്മൾ ആദ്യം എടുത്തതിന് പ്രസൻറ്റേഷൻ ട്രേന്ന് എടുത്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വയ്ക്കും. Baby, this is square, say square. Then this is triangle, say triangle. This circle, this is triangle, say triangle. ഇനി ഈ ബേസിലോട്ട് വെച്ചിട്ട് ഇത് രണ്ടും ഉണ്ടാവില്ല കേട്ടോ. ഈ ബേസിൽ തന്നെ ഇവിടെ സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ദെൻ ട്രേസ് ആൻഡ് പുട്ട് ബാക്ക്. സ്ക്വയർ, ദെൻ അങ്ങനെ ഇവിടെ നല്ല സർക്കിൾ, ട്രയാങ്കിൾ. ദിസ് ഇസ് ഫസ്റ്റ് പറയാം. ദെൻ ക്യാൻ യു ഷോ മീ വിച്ച് ഇസ് ട്രയാങ്കിൾ, ക്യാൻ യു ഷോ മീ വിച്ച് ഇസ് സ്ക്വയർ, ക്യാൻ യു ഷോ മീ വിച്ച് ഇസ് സർക്കിൾ. ബേബി, ക്യാൻ യു ടെൽ മീ what is this figure? Square. Can you tell me what is this figure? This is show me, tell me. നമ്മളൊരു കുട്ടീനെ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. ഇതാണ്, ഇതെന്താണെന്ന് കാണിച്ചു തരൂ, ഇതെന്താണെന്ന് പറയൂ. 1 2 3 4. Then 1 2 3 4 5. 1 2 3 4 5 6. 1 2 3 4 5 6 7. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9 10. ഇത് സ്റ്റെയർ മേക്ക് ചെയ്തു. ട്രേസ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. 1. ബേബി ട്രേസ് ആൻഡ് സേ 1 2. ബേബി ട്രേസ് ആൻഡ് സേ 2 3. Baby trace and say 3. Then can you trace and show me which is 2? Can you trace and show me which is 3? Can you trace and show me which is 1? Then baby trace and tell me what is this number? കുട്ടി 2. ഇങ്ങനെ 9 വരെ, അതായത് ഇതിലേക്ക് 10 വരുന്നില്ല, 0 ആണ് വരുന്നത്. 9 വരെ നന്നായിട്ട് ട്രേസ് ചെയ്ത് പഠിപ്പിക്കുക. Next 1, we add 1, we get 2. Then we add 1, we get 3. We add 1, we get 4. We add 1, we get 5. We add 1, we get 6. We add 1, we get 7. We add 1, we get 8. We add 1, we get 9. Then we add 1, we get a 10. ഇതിനെ നമ്മൾ പുട്ട് ബാക്ക് ചെയ്യാം. 10 വന്നു. Then we add one more 10, we get 20. We add one more 10, we get 30. We add one more 10, we get 40. We add one more 10, we get 50. We add one more 10, we get 60. We add one more 10, we get 70. We add one more 10, we get 80. We add one more 10, we get 90. We add one more 10, we get a 100. 100 we get
200, we add one more 100, we get 300, we add one more 100, we get 400, we add one more 100, we get 500, we add one more 100, we get 600, we add one more 100, we get 700, we add one more 100, we get 800, we add one more 100, we get 900, we add one more 100, we get 1000. കൗണ്ടിങ് ത്രൂ ആണ് ഇതിൻ്റെ പേര്. ഇനി ഇതിലൊരു ആക്ടിവിറ്റി ഉള്ളത് കമ്പൈനിങ് ക്വാണ്ടിറ്റീസ് ആൻഡ് റിട്ടേൺ സിമ്പിൾസ്. നമ്മൾ ഗോൾഡൻ ബീഡ്സും വയ്ക്കുക, അതുപോലെ തന്നെ ഇതും വയ്ക്കുക. അപ്പോൾ 1ൻ്റെ അടുത്ത് 1 ബീഡ്, 2ൻ്റെ അടുത്ത് 2 ബീഡ്, അങ്ങനെ വയ്ക്കുക. 10ൻ്റെ അടുത്ത് 1 ബാറ്, 20ൻ്റെ അടുത്ത് 2 ബാറ്, 30ൻ്റെ അടുത്ത് 3 ബാറ്, ഇങ്ങനെ വെച്ചിട്ട് രണ്ടും ഈക്വൽ ആണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. നെക്സ്റ്റ് മുത്തിനെ 10 മുത്തായിട്ട് കോർത്ത ഒരു ബീഡ് ബാറ്. ദെൻ ആ 10 ബാറ് 10 എണ്ണം വെച്ചാൽ 100 ആയില്ലേ, 100 ആയി. ആ 100ന് 10 എണ്ണം നമ്മൾ അട്ടിയായിട്ട് വെച്ചാൽ 1000 ആയി. അപ്പം 1s, 10s, 100s, 1000 ഇങ്ങനെ പഠിപ്പിക്കുക. അതിൻ്റെ അബ്സ്ട്രാക്റ്റ് മെറ്റീരിയൽസ് ആണ് ഇത്. അബ്സ്ട്രാക്റ്റ് ആണ് എഴുത്ത്, കോൺക്രീറ്റ് ആണ് ഗോൾഡൻ ബീഡ്സ്. അബ്സ്ട്രാക്റ്റ് 1, 10, 100, 1000. ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്കാണ് വെച്ചത് അല്ലേ, കാരണം എന്താ? യെസ്, നമ്മൾ എഴുതുന്നത് 1000 ലെഫ്റ്റിലാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എഴുതുന്നത്. 1s എപ്പോഴും നമുക്ക് റൈറ്റിലാണ് വരുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി വെക്കേണ്ടത്. ദെൻ 3 പീരീഡ് ലെസൺ വെച്ചിട്ട് ബേബി ദിസ് ഇസ് 1s, സേ 1s, ദെൻ ക്യാൻ യു ഷോ മീ 1s എന്നുള്ളത് കാണിച്ചു കൊടുക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കുക. ദെൻ ഇതിൻ്റെ ഒരു കൗണ്ടിങ് ത്രൂ. ഈ 1s എങ്ങനെ 10s ആയി, 10s എങ്ങനെ 100 ആയി, 100 എങ്ങനെ 1000 ആയി എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവണം അല്ലേ. അതിന് നമ്മൾ ഇതിൻ്റെ കൗണ്ടിങ് ത്രൂ ആക്ടിവിറ്റി. ഗോൾഡൻ ബീഡ്സിലും ഇതേ ആക്ടിവിറ്റി നമ്മൾ മുത്ത് വെച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു മുത്ത് വയ്ക്കും, പിന്നെ സ്പേസ് നമുക്ക് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ബോക്സിൽ തന്നെ വെച്ചത്. അപ്പോൾ ഇതിലെ സ്കെയിൽ നമ്മൾ 16 അപ്പുറത്തോട്ടുള്ള എല്ലാ സംഖ്യകളും നമ്മൾ ഹൈഡ് ചെയ്യണം. കണ്ടോ, 16 മൈനസ് 3 ഹൈഡ് ചെയ്തു. ബാക്കി ഇനി നമ്മൾ ഇവിടെ ഇത്രയും സംഖ്യ പറ്റും. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയില്ലേ, ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരും. 3 നമ്മൾ പോയി. ദെൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. 16 മൈനസ് 3 13 ആണ്. പക്ഷെ ഇത്ര വലിയ സംഖ്യ നമ്മൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാറില്ല. 10ന് താഴെ തരും. 7 മൈനസ് 4. അപ്പോൾ 7ൻ്റെ സ്കെയിൽ എടുക്കുക, 7 അല്ലാത്തതെല്ലാം ഹൈഡ് ചെയ്യുക. 7 മൈനസ് 4. ഇനി ഇവിടെ 3 കള്ളിയുണ്ട്, അപ്പോൾ നമുക്ക് 3 കള്ളിയുണ്ട് വെക്കുക. ആൻസർ ഇസ് 3 എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതുക, പേപ്പറിൽ റെക്കോർഡ് ചെയ്യാം. ഇനി ഇതിനെ നമ്മൾ ഫാമിലി ആക്കുക. അപ്പോൾ 9ൻ്റെ ഫാമിലി ആരാണ്? 1. 8ൻ്റെ ഫാമിലി 2 വെച്ചോളൂ. ഇതാണ് നമ്പർ ഫാമിലി. കുട്ടികൾക്ക് നമ്മൾ ഫാമിലി നമ്പർ കൊടുക്കാറുണ്ട് മാത്സിൽ, വളരെ സിമ്പിളായിട്ട് പഠിക്കും. ഫാമിലി 8, 3ൻ്റെ ഫാമിലി 7, 4ൻ്റെ ഫാമിലി 6, 5ൻ്റെ ഫാമിലി 5 തന്നെയാണ്, 6ൻ്റെ ഫാമിലി 4, 7ൻ്റെ ഫാമിലി 3, 8ൻ്റെ ഫാമിലി 2, 9ൻ്റെ ഫാമിലി 1. ഇവിടെ നമുക്ക് ഇത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തുള്ള നമ്പർ എടുത്തിട്ട് കൃത്യമായിട്ട് ഹൈഡ് ചെയ്യും. ദെൻ 1, 2, 3, 4, 5, ദെൻ റെക്കോർഡ് ടു ദി ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ ആയോ? മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് മറ്റേ ബീഡ് വയ്ക്കും. ദെൻ 2 × 2, 2 ബീഡും കൂടെ ആഡ് ചെയ്യും. യെസ്. അപ്പോൾ കൗണ്ട് ഇറ്റ് ടുഗദർ. 1, 2, 3, 4. റെക്കോർഡ് ടു ദി ആൻസർ. 10 വരെ ഇങ്ങനെ ബീഡ് വയ്ക്കുക, കുട്ടിക്കൊണ്ട് ആൻസർ റെക്കോർഡ് ചെയ്യിക്കുക. Okay.